നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. സാധാരണ നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗത്തേക്കാൾ കൂടുതൽ പോഷക മൂലകങ്ങളും ഔഷധ ഗുണവും അടങ്ങിയതാണ് നെല്ലിക്ക. ആയുർവേദ ഔഷധികളിൽ ഗണ്യമായ സ്ഥാനമാണ് നെല്ലിക്കയ്ക്കുള്ളത്. പ്രമേഹം, ചുമ, വാതം, ജ്വരം, പിത്തം, രക്തദോഷം, മഞ്ഞപ്പിത്തം തുടങ്ങി ഒട്ടേറെ രോഗങ്ങൾക്ക് ഒറ്റമൂലി ഔഷധമാണ് നെല്ലിക്ക. ജനുവരി മുതൽ മാർച്ച് വരെയാണ് നെല്ലിക്കയുടെ വിളവെടുപ്പ് കാലം. വിളവെടുത്ത് വർഷം മുഴുവൻ സൂക്ഷിക്കുന്നതിന് ചില പഴം സംസ്കരണ മാർഗങ്ങൾ ഉണ്ടെങ്കിലും പുതുതായി രൂപം കൊണ്ട തേൻ നെല്ലിക്ക സംസ്കരണ രീതിയിൽ കൂടുതൽ വരുമാനദായകമാണ്. കൂടാതെ ഇത് കൂടുതൽ സ്വാദിഷ്ടവുമാണ്. ഇങ്ങനെ സംസ്കരിച്ചെടുക്കുന്ന നെല്ലിക്ക പോഷക സമൃദ്ധവും ഔഷധ ഗുണവും കൂടിയതുമാണ്. മാർക്കറ്റുകളിൽ കിലോയ്ക്ക് 30 രൂപ മുതൽ 40 രൂപ വരെ വിലയ്ക്ക് ലഭ്യമാകുന്ന ഈ ഫലം സംസ്കരിച്ച് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയാൽ ഒരു നെല്ലിക്കയ്ക്ക് 10 രൂപ വരെ ലഭ്യമാകുന്നുണ്ട്. കൂടാതെ അതിലുള്ള പാനീയവും ശരീരത്തിന് വളരെയേറെ നല്ലതാണ്. തേൻ നെല്ലിക്ക തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നന്നായി പാകമായ നെല്ലിക്ക വിളവെടുത്ത് അധികം വാടുന്നതിന് മുമ്പ് ശുദ്ധജലത്തിൽ കഴുകി കേടുപാട് വന്നവ ഒഴിവാക്കി നനവ് തുടച്ചുമാറ്റി ഒരു പാത്രത്തിൽ വയ്ക്കുക. അതിനുശേഷം ഓരോ നെല്ലിക്കയിലും മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് ചെറിയ കീറലുകൾ അവിടവിടങ്ങളിൽ വരുത്തുക. ഇത് തേൻ നെല്ലിക്ക ലായനി ആഗിരണം ചെയ്യുന്നതിനു വേണ്ടിയാണ്. ഇങ്ങനെ തയ്യാറാക്കിയ നെല്ലിക്കകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജാർ എടുത്ത് പകുതി തേൻ നിറച്ച് അതിലേക്ക് നെല്ലിക്ക നിറയ്ക്കുക. അതിനുശേഷം വെളുത്ത തുണി കൊണ്ട് ജാറിന്റെ വായ് മൂടിക്കെട്ടുക. പരന്നൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് ജാർ അതിൽ വയ്ക്കുക. തുടർന്ന് നല്ല വെയിൽ സമയത്ത് അരമണിക്കൂർ വെയിലത്ത് വയ്ക്കുക. വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ 1 മണിക്കൂർ വരെ ഇങ്ങനെ വയ്ക്കേണ്ടി വരും. ഇങ്ങനെ 15 ദിവസം ആവർത്തിക്കുക. അതിനുശേഷം ജാറിന്റെ മൂടിയ തുണി അഴിച്ചുമാറ്റുക. ഇപ്പോൾ തേൻ നെല്ലിക്ക തയ്യാറായി കഴിഞ്ഞു. ജാറിന്റെ അടപ്പിട്ട് മൂടി വയ്ക്കുക. എത്ര കാലം വേണമെങ്കിലും ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ദിവസവും ഒരു തേൻ നെല്ലിക്ക കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ആവശ്യമായ ഊർജം ഇതുവഴി ലഭിക്കും. തേൻ നെല്ലിക്ക നിർമ്മാണം വയനാട് ജില്ലയിലാണ് ആദ്യം ആരംഭിച്ചത്. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ മറ്റു സാധാരണക്കാർക്കിടയിലും ഇത് വിറ്റഴിക്കപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ ഭക്ഷണം അവന്റെ നാവിനെ രസിപ്പിക്കുന്നതല്ല, വയറിനെ പുലർത്തുന്നതായിരിക്കണം.